മഴയായി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ശരിയായിട്ട് ഉണങ്ങാതെ വസ്ത്രങ്ങൾക്കകത്ത് കരിമ്പൻ എന്ന് വിളിക്കുന്ന കരിമ്പൻ, കരപ്പൻ ഇങ്ങനെ പല വാക്കുകൾ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങൾക്കകത്ത് കറുത്ത ചെറിയ കുത്തുകൾ പോലെ, പുള്ളിക്കുത്തുകൾ പോലെ മാറ്റങ്ങൾ വരുന്ന ഒരു ചേഞ്ച് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെ പല പ്രിയപ്പെട്ട വസ്ത്രങ്ങളും, നമ്മുടെ ടവലുകളും പലപ്പോഴും ഈ കരിമ്പൻ വന്നു കഴിഞ്ഞാൽ ഒരു ഉപയോഗശൂന്യമായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. എന്താണ് ഈ കരിമ്പൻ? വസ്ത്രങ്ങൾ ബാധിക്കുന്ന മോൾഡ്സ് എന്ന് വിളിക്കുന്ന ഒരിനം ഫംഗസ് ബാധയാണിത്. പലരും ഈ കരിമ്പൻ ബാധ ഉണ്ടെങ്കിൽ അതൊന്നും സാരമില്ല എന്ന് കരുതി അത് ഉപയോഗിച്ച് ശരീരം തുടയ്ക്കാറുണ്ട്, കുളിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കരിമ്പൻ ബാധയത്ര വസ്ത്രങ്ങളോ ഇല്ലെങ്കിൽ ടവലുകളോ കഴിയുന്നത്ര നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇവയ്ക്കകത്തുള്ളത് ഫംഗസുകളാണ്, ഫംഗസിന്റെ സ്പോറുകളാണ്. നമ്മളിത് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഏറ്റവും പ്രധാനം, നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ സ്കിന്നിന് വല്ലാണ്ട് ചൊറിച്ചിലും ഇറിറ്റേഷനും വരാൻ കാരണമാകും. ശരീരത്തിന്റെ മടക്കുകളിൽ, പ്രത്യേകിച്ച് കക്ഷത്തിൽ, തൊടയിടുക്കുള്ള ഭാഗങ്ങളിൽ വല്ലാണ്ട് ചൊറിച്ചിൽ വരുന്നതിന് കാരണമാകാറുണ്ട്. കൂടാതെ റിംഗ് വോം പോലെ, പൂപ്പൽ രോഗങ്ങൾ പോലെ സ്കിന്നിനെ ബാധിക്കുന്ന പലവിധ ഫംഗസ് രോഗങ്ങൾ വരുന്നതിനും കൂടുന്നതിനും ഈ കരിമ്പൻ തുണികൾ വരുന്ന ഒരു പ്രധാന കാരണമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് അലർജി കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുമ്മല്, ജലദോഷം വിട്ടുമാറാതെ നിൽക്കുന്നുണ്ട്, കൊച്ചുകുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷവും തൊണ്ടവേദനയും വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കരിമ്പൻ ബാധയുള്ള ടവലുകളോ ഉടുപ്പോ അവർക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ജലദോഷവും തൊണ്ടവേദനയും തുമ്മലും വിട്ടുമാറാതെ വന്നു എന്ന് വരും. മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്ന, രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർക്ക് നല്ലൊരു ചുമയും കഫക്കെട്ടും വരുന്നതിന് ഈ കരിമ്പൻ ഒരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് മഴക്കാലത്ത് വസ്ത്രങ്ങൾ നനയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങുന്നുണ്ട് എന്ന് പുറത്തുള്ള കാറ്റേറ്റെങ്കിലും ഉണങ്ങാനുള്ള ഒരു അവസരം ചെയ്യാൻ നോക്കുക. കരിമ്പനുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്.